എന്നിട്ട് മക്കത്ത് പോയിട്ട് പാവപ്പെട്ട ആളുകളെ പറ്റിച്ച് അവിടെ ചെന്നിട്ട് ചെയ്യണ പണി എന്താ? ഇരുന്നിട്ട് രണ്ട് മൊയന്തേൾ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ടും കൊണ്ട് അഭിമുഖം നടത്തുക. ചക്കിക്കൊത്ത ചങ്കരന, വക്ക് പൊട്ടിയ ചട്ടിക്ക് കണ മുറിഞ്ഞ കയ്യില്. പൂപമണ്ടൂപങ്ങളെ എന്ന് പറഞ്ഞതിൽ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ. നിങ്ങളെ മുസാവറയുടെ പരമോന്നത നേതൃത്വം മുതൽ താഴെ തട്ടുവരെയുള്ള 99.9% കള്ളന്മാരാണ്. ദജ്ജാലൂന കദ്ദാബൂൻ. അത് എങ്ങനെ? സൈബർ ഗുണ്ടകളെ, എന്താ നിങ്ങളെ തൊണ്ടയില് ഉണ്ടയാണോ? തൊള്ള തുറക്കിങ്ങള്. നിങ്ങളിങ്ങനെ ഈ സൈബർ പോരാളികൾ എന്നുള്ള പേരില് വാട്സപ്പിൽ ഇരുന്നിട്ട് മോങ്ങിയ പോരടാ ഏറെപ്പത്തരുണ്ടെങ്കിൽ ഇറങ്ങിയും പുറത്തേക്ക്. വാളക്കുളം അന്നോടാ പറഞ്ഞ എന്റെ ഒക്കെ അന്തം കമ്മിത്തരേ, ഇതൊക്കെ കേട്ടിട്ട് ഈയൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ എന്റെ. ഓ മന്ദബുദ്ധികളായ അനുയായികളെ, നിങ്ങൾക്ക് ഇതാ സംഘടനാ രംഗത്തെ നിങ്ങളെ കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന സെക്രട്ടറി കൂറ്റൻ പാര കടന്നു വരട്ടെ. ഏതടുപ്പിന്ന് അങ്ങ് ജനിച്ചു വരുന്നത്? കാന്തപുരം ഗുണ്ടകളെ, കളവുകളുടെ ഘോഷയാത്രയാണ് നടത്തിയിരിക്കുന്നത്. അവരെ ഇറക്കി വിട്ട ആളുകൾ അതിന് നല്ല കോച്ചിങ് കൊടുത്തിട്ടാണ് വിട്ടത്. എവിടെന്നാ കോച്ചിങ് നടന്നത്? ഞങ്ങൾക്കറിയാം. കോഴിക്കോട് ജില്ലയിലെ കൊച്ചിയാടിയിൽ വെച്ച് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് നിങ്ങൾ കൊടുത്തില്ലേ? നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഞങ്ങളൊരു കാര്യം പറയുമ്പോ കൃത്യമായ എവിഡൻസ് വെച്ചിട്ടാ പറയാണ്. ഞങ്ങളെക്കാളേറെ നിങ്ങൾക്കറിയാമല്ലോ, കൃത്യമായി അറിയാമല്ലോ. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കോച്ചിങ്. ആരാ കോച്ച്? വളഞ്ഞ മോന്തായത്തിന് പിരിഞ്ഞ കൗക്കോല. നല്ല കോച്ചാ. കോച്ചിങ് കൊടുത്താളാരാ? പണ്ടുവേളെ AP വിഭാഗത്തിന്റെ ഉന്നതന്മാരായ ആൾക്കാർ നടത്തുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ചർച്ച കേട്ടപ്പോ ഞാൻ കുറെ ചിരിച്ചുപോയി. ഒരു ചർച്ച എന്താണെന്നറിയോ? അഹ്സനിയുടെ മുഖം വെളുത്തതെങ്ങനെ? എടാ ചെങ്ങായിമാരെ, നിങ്ങളെ കൂട്ടത്തിലുല്ലേ കുറെ എണ്ണം വെളുക്കാത്ത്? ഇങ്ങോട്ട് പറഞ്ഞേച്ചേന്. മശായിഖന്മാരൊപ്പം കൂടിയാല് എങ്ങനെ വെളുപ്പിക്കുക ഞങ്ങൾ കാണിച്ചു തരും. കണ്ടോ, ആക്കം മശായിഖന്മാരൊരു വാക്ക് മതിയോടോ. നിങ്ങൾ വലിയ ആൾക്കാരല്ലേ? നിങ്ങളെ മുസാവറ 40 ആൾക്കാരും കൂടി എന്നിട്ട് നിങ്ങളെ കൂട്ടത്തിലെ കുറെ പ്രഭാഷകരുണ്ടല്ലോ, അവയ്ക്കുള്ള മുഖം ഒന്ന് വെളുപ്പിക്കുങ്ങൾ. ഇതിപ്പോ അഹ്സനി ഉസ്താദിന്റെ മുഖം വെളുത്തത് എങ്ങനെയെന്ന് ഒരു ചർച്ചയാണ്. ഇവരൊരു ഗതികേടിന്റെ ആളാലോചിച്ച് നോക്കിയേ. തൊട്ടടുത്ത ദിവസം വേറെ ചർച്ച. അഹ്സനി ഉസ്താദിന്റെ കയ്യുമ്മേ ഒരു തഴമ്പ് കാണുന്നുണ്ട്, അതെങ്ങനെയെന്ന്. അവന്റെ കൗമേ, അഹ്സനി ഉസ്താദിന്റെ കയ്യുമ്മലത്തെ തഴമ്പ്, ഉസ്താദിന്റെ മുഖത്തിന്റെ വെളുപ്പ്, ഉസ്താദിന്റെ മോതിരക്കല്ലിന്റെ വലുപ്പം. ഉളുപ്പുണ്ടടാ ചങ്ങായിമാരെ നിങ്ങൾക്ക്? ഉണ്ടാ ഉളുപ്പ് എന്ന് പണ്ടാരോ പറഞ്ഞില്ലേ? ആ സാധനങ്ങൾ അടുത്തുകൂടെ പോയിട്ടുണ്ടോ? ഇതൊക്കെയാണ് ഒരു സംഘടന ചർച്ച ചെയ്യണത്. ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ ചർച്ചയപ്പത്. വേറൊന്നുമില്ലല്ലോ നിങ്ങൾക്ക്. വലിയ വലിയ സക്കാഫിയാളാ, ഭയങ്കര ചർച്ച. അതിപ്പോ എങ്ങനെ മൂപ്പരുടെ കയ്യിന്റെ ആ ഭാഗത്ത് മാത്രം ഈ തഴമ്പ് വരാൻ കാരണം റിസർച്ച് നടത്തുക, ഗവേഷണം നടത്തുക. ഇതൊക്കെ പണ്ട് നിങ്ങൾ വേറെ കുറെ ടീമിനോട് പറഞ്ഞിരുന്നല്ലോ. ഞങ്ങളുടെ ഉസ്താദിന്റെ ഡ്രസ്സിന്റെ ബാക്ക് ഭാഗം ചുളുങ്ങിയിട്ടുണ്ട്, നയം വ്യക്തമാക്കുക. ഞങ്ങളുടെ ഉസ്താദ് സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ പുറകിലെ ടയറിൽ കാറ്റ് കുറവാണ്, നയം വ്യക്തമാക്കുക എന്ന് പറഞ്ഞിട്ട് പണ്ട് നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ പലരെ പറ്റിയും. ഇപ്പൊ നിങ്ങൾ അവര് ഛർദിച്ചത് നിങ്ങൾ നക്കിയെടുക്കുക. അവരുടെ വിസർജ്യം നക്കിയെടുക്കുന്ന നാണം കെട്ട വിഭാഗമായി നിങ്ങൾ മാറില്ലടോ. എന്നിട്ട് ചോദിക്കുക, അഹ്സനി ഉസ്താദിന്റെ കയ്യുമ്മലത്തെ തഴമ്പ്, ഉസ്താദിന്റെ മോതിരത്തിന്റെ കല്ലിന്റെ വലിപ്പം, ഉസ്താദിന്റെ മുഖത്തിന്റെ ചുറുക്ക്, നിങ്ങൾക്ക് കുയിന്താവുണ്ട് പോലെ. അതൊക്കെ എത്തേണ്ട സ്ഥലത്തെത്തിയാൽ ഉള്ളും പുറവും ലംഘുന്ന രൂപത്തിൽ അവരാക്കിയെടുക്കാൻ ഞങ്ങളെ മശായിഖന്മാരുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പൂതിന്റെ ഇങ്ങോട്ട് പോരും ചങ്ങായിമാരെ. ഞങ്ങൾ ആരോടും പറയൂല, വെളുപ്പിച്ചുവിട്ടരാ. എന്തെന്നാ ഇതിനൊക്കെ പറയാ? ഇതാണല്ലോ ഇപ്പൊ ഒരു ആദർശ പ്രസ്ഥാനേ. എന്നിട്ട് ഇവരാണ് ഇനിയിപ്പോ 3ാം കേരള യാത്ര നടത്താൻ പോണ്. നടത്തിങ്ങൾ യാത്ര. ഒരു സ്വീകരണ യോഗത്തിലെ ചർച്ച എന്താ? നൗഷാദ് അഹ്സനിയുടെ തഴമ്പ്.
ഒരു വിഷയം. മറ്റേ വിഷയോ മുഖത്തിന്റെ വെളുപ്പ്. ഇപ്പുറത്ത് മൂപ്പരുടെ മോതിരക്കല്ലിന്റെ വലുപ്പം. മുഹ് മാഫി എന്നല്ലാണ്ട് എന്താ വരെ പറ്റി പറയാ? എങ്ങനെ ചർച്ച ചെയ്യ? എന്നിട്ടിങ്ങനെ തള്ളുക. എന്തൊക്കെ രൂപത്തിലാ പറഞ്ഞു നോക്കണത്? ഒരു മൂന്നാളുകൾ കൂടിയിട്ട് അങ്ങുണ്ടാക്കണ സഹിക്കണില്ല. എടാ, അങ്ങളെ വലിയ സെറ്റപ്പും തേങ്ങാക്കൊലൊക്കെ പറയുന്ന ടീമിന് ആദർശപരമായി അരക്കാശിന് നിങ്ങളില്ല എന്ന് തെളിയിക്കാൻ ഞങ്ങളും മതി, മക്കള് മതി. അത് ഞങ്ങളെ വെറുപ്പല്ല. നിങ്ങള് ചെറുതായതാ, ഞങ്ങള് വലുതായതല്ല. ആദർശരംഗത്ത് വലിയ കള്ളക്കടത്തും കരിഞ്ചന്തകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജാരസന്തതിയായ മകനെ മടിയിൽ വെച്ചുകൊണ്ട് ഓമനിച്ചു മുത്തം കൊടുക്കുന്ന ഏർപ്പാട് ഇനിയെങ്കിലും അവസാനിപ്പിച്ചുകൂടെ? എന്നിട്ട് അവിടുന്നുള്ള ടിയാന്റെ പരിപാടി എന്താ? ആ മൂത്ത പുത്രൻ, ആ പുത്രന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ആദർശരംഗത്ത് ജാരസന്തതിയല്ലേ? റസൂലുള്ളാഹിക്ക് നിഴലുണ്ട് എന്ന് പറഞ്ഞ ഈ ജാരസന്തതിയെ പേരണോ? വേദനയില്ലേ? ഇവൻ വ്യാജ പണ്ഡിതനല്ലേ? ഇവൻ കള്ളശരീഅത്തല്ലേ പറയുന്നത്? ഇവനല്ലേ കള്ളൻ? അത് ഡേറ്റ് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഡേറ്റ് തെറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അതാ ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഇപ്പൊ പീരീഡിന്റെ സമയ. അന്ന് കുളിച്ച് ശുദ്ധിയായിട്ടുണ്ട്. ഇറങ്ങി നിങ്ങളെ ഞങ്ങൾ കുളിപ്പിച്ചേരാ. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? അപ്പൊ ഇനി ഞങ്ങളെ ബിസിനസ് നടക്കൂല എന്ന് കാണുമ്പോ ഒരു വെടി അങ്ങോട്ട് പൊട്ടിക്കുക. അവരിവിടെ ആളുകളെ ചീത്ത പറയാൻ വരുന്നതാണ്. ഞങ്ങൾ എന്ത് ചീത്തയാ പറഞ്ഞത്? ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ട് പോവാണ്.